ഹലോ മക്കളെ, അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ +2 പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കിനി ഒട്ടും തന്നെ ലേറ്റ് ആക്കാൻ വേണ്ടി സമയമില്ല. കാരണം ഈ ഒരു ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വാർണിംഗ് ലെറ്റർ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു വാർണിംഗ് മെസ്സേജ് കൂടിയാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 5-നാണ്. ഓക്കെ, നിങ്ങൾ 2ാം വർഷം ആയതുകൊണ്ട് +2 പരീക്ഷ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 6 മുതൽ 28 വരെയുള്ള ഡേറ്റിലാണ്. ആൻഡ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുന്നത് ജനുവരി 22-നാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ മോഡൽ എക്സാം നിങ്ങൾക്ക് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരിയിൽ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. നിങ്ങളുടെ മോഡൽ എക്സാം നിങ്ങളുടെ ഫെബ്രുവരിയിൽ വരുന്നുണ്ട്. മാർച്ചിൽ നിങ്ങളുടെ പബ്ലിക് എക്സാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒത്തിരി സമയം പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുകയാണ് നവംബർ ഉണ്ട്, ഡിസംബർ ഉണ്ട്, ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, അല്ലെ ഇത്രയും മാസങ്ങളുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് ആക്ച്വലി ഇല്ല. നിങ്ങൾ ഇനിയുള്ള ഈ ഒരു മാസം, ഈ ഒരു നവംബറിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ, കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ 1/4 ഭാഗം സിലബസ്, അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചെങ്കിലും ആശ്വാസത്തോടു കൂടി നിങ്ങളുടെ മോഡൽ എക്സാമും നിങ്ങളുടെ ഈ പ്രാക്ടിക്കൽ എക്സാമും ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതാണ് നിങ്ങളുടെ ഈ ഒരു +2ൻ്റെ ടൈം ടേബിൾ. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് മിസ് കരുതുന്നു. നിങ്ങളുടെ ഫിസിക്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മുടെ കെമിസ്ട്രി ഇവിടെ ഉണ്ട്. അതുപോലെ പാർട്ട് 2 ലാംഗ്വേജ്, മാത്സ്, ഓക്കെ, ബയോളജി, പിന്നെ നമ്മുടെ പാർട്ട് 1 ലാംഗ്വേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ ഈ ടൈം ടേബിളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും എൻ്റെ കുട്ടികൾ പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക. കഷ്ടപ്പെട്ടെന്ന് മിസ് പറയാൻ കാരണം നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ടും കുറച്ച് എക്സ്ട്രാ ടൈമും ഒക്കെ കൊടുത്ത് ഇനി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മുടെ ബാച്ചിൽ, നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഒരേ ബാച്ചിലുള്ള ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇത്രയും പോർഷൻസ് നമ്മുടെ ബാച്ചിലുള്ള മക്കൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെയിൽ നമുക്കിതാ ഈ ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഈ ഒരു ചാപ്റ്ററും കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കെമിസ്ട്രിയിൽ വരെയാണെങ്കിൽ നമുക്ക് ഈ 2 ചാപ്റ്റേഴ്സും കൂടി ഉള്ളൂ. ഇത്രയും നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ബയോളജിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ക്രിസ്മസ് എക്സാമിൻ്റെ കംപ്ലീറ്റ് പോർഷൻസ് കഴിഞ്ഞു. ഇവിടെ ക്രിസ്മസ് എക്സാമിൻ്റെ കംപ്ലീറ്റ് പോർഷൻസ് കഴിഞ്ഞു. ഓക്കെ, അപ്പം മിസ്സേ ഇതെല്ലാം കണ്ടിട്ട് പേടിയാവുന്നു. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചാപ്റ്ററും കൂടി നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് മിസ്സേ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, ഞങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. മക്കളെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇപ്പോഴും നമ്മുടെ ഓഫർ ഉണ്ട്, അതായത് ദീപാവലി ഓഫർ ഈ വീക്ക് കൂടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഉയരേ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഉയരേ ബാച്ചിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇപ്പം മിസ്സ് കാണിച്ച ഈ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്ന കംപ്ലീറ്റ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള സമയം, ഇപ്പോൾ സ്പീഡിൽ കാണുന്നുണ്ടെങ്കിൽ സ്പീഡിൽ കണ്ട് നോട്ട് വായിച്ചാൽ മതിയെങ്കിൽ അത് ചെയ്ത്, ക്വസ്റ്റ്യൻസ് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചെയ്ത്, അങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ പെൻഡിങ് പോർഷൻസ് തീർക്കാൻ പറ്റും. അതായത് ചിലപ്പോൾ ചില മക്കൾക്ക് എന്താണ് ചാപ്റ്റേഴ്സ് അറിയുന്നുണ്ടാവും, ക്വസ്റ്റ്യൻസ് ആയിരിക്കും അറിയാത്തത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അപ്പോൾ ചില മക്കൾക്ക് എന്താണ് ചില ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഭാഗമായിരിക്കും അറിയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം മാത്രം കണ്ടാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പം നമ്മുടെ ഈ ദീപാവലി ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു 1 വീക്കും കൂടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ ജോയിൻ ചെയ്യാം. താഴേക്ക് അന്ന് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ നമ്മുടെ +2 കുട്ടികൾക്ക് ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് മൺഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം അലക്സ് സാറും അലൻ സാറും വരുന്നുണ്ടാകും ഒരു അടിപൊളി കംബാക്ക് പ്ലാനുമായിട്ട്. അപ്പോൾ ഇതുവരെ പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പം ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഒരു പേടി തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, തിങ്കളാഴ്ചയുള്ള ഈ ഒരു ലൈവ് 7 മണി എന്നുള്ള ഈ ഒരു സമയം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ലൈവിൽ എൻ്റെ കുട്ടികൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടാനുള്ള പ്ലാനും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ലൈവിൽ പറയുന്നുണ്ടാകും. അപ്പോൾ ആരും ഈ ഒരു ലൈവ് മിസ് ചെയ്യാതിരിക്കുക. പഠിച്ചു തുടങ്ങാത്തവർ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ.